രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല മക്കളെ. രാഹുൽ സ്ഥിരം കുറ്റവാളി എന്നാണ് പോലീസിന്റെ കണ്ടെത്തല്. അതായത് ഗർഭചിത്രവും ഭീഷണിപ്പെടുത്തലാണ് മൂപ്പരുടെ പ്രധാന ഹോബി. ചുരുക്കി പറഞ്ഞ യുവതികൾക്ക് സ്നേഹം വാരിക്കോരി കൊടുക്ക. നീ ഇല്ലാണ്ട് എനിക്കാവില്ല, എന്റെ ലൈഫിൽ നീ മാത്രമേ ഉള്ളൂ എന്ന് പറയാ. എന്നിട്ട് അവരെ ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യാം. എന്നിട്ട് അടുത്തേരെ തേടാ ദ റിയൽ ലൈഫ് കളങ്കാവൽ ക്രിമിനൽ. ശരിക്കും രാഹുലേട്ടായിക്ക് എന്തോരം കഴിവുകളാണല്ലേ. മുഖ്യമന്ത്രിനെ അടക്കം പോടാന്ന് വിളിക്കാനുള്ള ആ ഒരു നിലവാരമില്ലായ്മ, പിന്നെ പോലീസുകാരെ ഭീഷണിപ്പെടുത്തൽ, സ്വന്തം പാർട്ടിയിലെ നേതാക്കളുടെ ഭാര്യമാരോടും മക്കളോടും വരെ മോശമായിട്ട് പെരുമാറല്. കോൺഗ്രസിലെ ആൾക്കാർ മുന്നേ തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ തുറപ്പിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞപ്പോ നമ്മളാരും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടാ. ഇങ്ങനെ ഒരു നാണവും മാനവും ഇല്ലാതെ വ്യാജ 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 എന്ന് കരയാനല്ലാതെ ഒരു FIR എടുപ്പിക്കാൻ നിങ്ങളുടെ ആഭ്യന്തര വാഴയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അയ്യോ, ഇതൊന്നും ഇപ്പൊ കാണിക്കല്ലേ. ഇതൊക്കെ പണ്ട് 8 അടി നീളമുള്ള നാവുണ്ടായിരുന്നു. ഇപ്പൊ നാവേ ഇല്ല. പോലീസുകാർ എന്ത് ചോദിച്ചാലും മിണ്ടാതെ ഉരിയാടാതെ ഒറ്റയിരിപ്പ്. പിന്നെയും തിരിച്ചു മറിച്ച് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വക്കീല് പറയും. അങ്ങനെ ഒന്ന് നാവനക്കും, പിന്നെയും അതേ ഇരിപ്പ്. എത്ര നേരമാണ് ചോദിക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറയണ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. തൂക്കി കേസ്, പോലീസുകാരെല്ലാം തൂക്കി. കുറെ നാളായിട്ട് ഒരു അനക്കവും കാണാണ്ടിരുന്നപ്പോ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഒരു ലോഡ് തെളിവുകളായിട്ട് ഒരു പട പോലീസ് ഒറ്റ വരവായിരുന്നു. പോലീസുകാരെ കണ്ടതും രാഹുലേട്ടായി ഒറ്റ ചോദ്യമായിരുന്നു, ഏതാ കേസെന്ന്. അതെ, കേരളത്തിന്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ സ്ത്രീകൾക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കാൻ മൂപ്പര് ഓടി നടക്കായിരുന്നില്ലേ. അതുകൊണ്ട് ഏത് കേസാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പെട്ടെന്ന് ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ. ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ ഞാൻ കാരണം തലകുനിച്ച് ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. തലകുനിച്ചല്ല രാഹുലേട്ടായി, അവരൊക്കെ തലയിൽ മുണ്ടിട്ടാ നടക്കണത്. ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ ഞാൻ കാരണം തലകുനിച്ച് ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. നിന്റെയൊക്കെ ആഭ്യന്തരവാഴയോട് കേസെടുക്കാൻ പറയും. ധൈര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കേസിൽ FIR ഇടുന്നൊക്കെ വെല്ലുവിളിച്ച ആളിനല്ലേ തൂക്കിയെടുത്ത് പോലീസുകാർ കൊണ്ടുപോണത്. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. ഡിവൈഎഫ്ഐക്കാരൻ പൊതിച്ചോറിന്റെ മറവിൽ ചെയ്തിട്ടുള്ള നൂറുകണക്കിനായ കൊള്ളരുതായ്മകളെ പറ്റി വളരെ വിശദമായി തന്നെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ് എന്ന് സൂചിപ്പിക്കാനായിട്ട് പറഞ്ഞതൊക്കെ ബൂമറാങ് പോലെ തിരിച്ചടിക്കാണല്ലോ രാഹുലേട്ടായി. DYFIയുടെ പൊതിച്ചോറെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായേനായിരുന്നു. 5 സ്റ്റാർ ഫുഡൊക്കെ കഴിച്ചിരുന്ന ആള് ചപ്പാത്തിയും തോരനും കഴിച്ച് ജയിലിന്റെ തറയിലല്ലേ കിടത്തും. എന്നാലും കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിക്ക് ഈ ഗതി വന്നല്ലോ. മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. പ്രാദേശിക കോൺഗ്രസ് നേതാക്കള് രാഹുലേട്ടായിനെ കാണാൻ ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു. ആരെയും കാണണ്ടെന്ന് പറഞ്ഞിട്ട് നെഞ്ചു പൊട്ടി മൂപ്പര് ജയിലിന്റെ അകത്ത് തന്നെ ഇരുന്നു ഇത്രേ. പിന്നല്ലാണ്ട് ചെയ്ത കുറ്റങ്ങളും ചാറ്റുകളൊക്കെ നാട്ടുകാർ കണ്ട സ്ഥിതിക്ക് രാഹുലേട്ടായി എങ്ങനെയാ പാർട്ടിക്കാരെ മൂത്ത് നോക്കുക? പണ്ട് വടക്കമ്പാട്ടിൽ പറഞ്ഞ പോലെ ഒതേനൻ ചാടാത്ത മതിലില്ല എന്ന് പറഞ്ഞ പോലെ ജയിനി അവിടെയൊക്കെ ചാടിയാ ഞങ്ങൾക്കെന്താ ഉത്തരവാദിത്വം? ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്തു, ഞങ്ങൾ അത് ചെയ്തതിനെ പുറത്തായി. MLA സ്ഥാനവും വൈകാണ്ട് തെറിക്കുന്നാണ് കേൾക്കണത്. ചുരുക്കി പറഞ്ഞ ഒരു കാലത്ത് ഹീറോ ആയിരുന്ന ആള് ഇപ്പൊ സീറോ ആയി എന്നർത്ഥം. ഇത് സ്വാഭാവികമായി ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം. വെറുമല്ല, തുടർച്ചയായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ പ്രൊവിജൻ എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. അതേസമയം മറ്റൊരു യൂണിവേഴ്സിറ്റി യുവനേതാവെന്ന നിലയിലാണ്, കാരണം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതാണ്. എന്നിരുന്നാലും വളർന്നു വരുന്ന ഒരു നേതാവിനെ തേജോവധം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ സമീപനങ്ങൾ. വളർന്നു വരുന്ന ഒരു യുവ നേതാവിനെ എല്ലാവരും കൂടെ തേജോവധം ചെയ്യുന്നതിനാൽ ആ യുവ നേതാവിന് വേണ്ടി അമ്പലത്തിലും പള്ളിയിലും വഴിപാട് നടത്തി പത്തനംതിട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി. തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. കാരണം ഒരാളെ തേജോവധം ചെയ്യുമ്പോൾ, കാരണം നമ്മളോട് ബന്ധം ഉണ്ടായിരുന്ന, ഇപ്പോഴും ബന്ധമുള്ള ഒരു നേതാവായതുകൊണ്ടാണ്. കണ്ട ഇതൊക്കെ ഏത് യൂണിവേഴ്സ്? രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ആദ്യത്തെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു പ്രതിസന്ധി സമയം മാറാന്നുള്ളതാണ്.
പോരുന്നോ പുരുഷ കമ്മീഷനിലേക്ക്? അല്ല, ഇതേ വൈബിലുള്ള ഒരാള് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാ. ഞാനൊരു അതിജീവിതനാണ്. എന്താണ് എനിക്കെതിരെ ആദ്യം വന്ന പരാതി? ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്തു എന്നുള്ളത്. നിങ്ങളെല്ലാം കണ്ടു കാണും. അതിന്റെ 5ാം പ്രതിയാണ് ഞാൻ. ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്തു, ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു, ഇങ്ങനെ പറഞ്ഞാണ് പോലീസ് കേസെടുത്തത്. അത്രയും അതിജീവിതം ചെയ്തോളൂ, അപ്പോഴത്തേക്കും പോലീസ് തൂക്കിയെടുത്തോണ്ടോയി. എന്താണിത്? വെള്ളരിക്കാപ്പെടറോ? ബന്ധങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരും, സൗന്ദര്യപ്പണക്കങ്ങൾ വരും, അടി വരും, ഫൈറ്റ് വരും. പക്ഷേ ആ ബന്ധങ്ങളിലെ സ്വകാര്യ നിമിഷങ്ങൾ വെപ്പണൈസ് ചെയ്യപ്പെടുന്നത്, ആയുധവൽക്കരിക്കപ്പെടുന്നത് ശരിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ആകെ നടന്നത് ബന്ധങ്ങളിലുണ്ടായ ചെറിയ ചെറിയ പിണക്കം മാത്രമാണ് ഇത്ര. അപ്പൊ വീണ്ടും ജയിലിൽ പോകാനുള്ള എല്ലാ പണിയും ഒപ്പിക്കാണല്ലേ രാഹുൽജി? പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം, ആ കാര്യം പിന്നെ നോക്കണ്ട. അത് പിന്നെ ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു. പൊളിറ്റിക്കൽ ഭാവിയെ കുറിച്ച് ഇനിയൊന്ന് തിരിഞ്ഞു പോലും നോക്കണ്ട. അങ്ങനെ എല്ലാവരെയും കെയർ ചെയ്തിരുന്ന കെയറേട്ടായിക്ക് ഇപ്പൊ ആരുടെയും കെയറും കിട്ടാണ്ട് ജയിലിലെ തറയിൽ ഏകനായി ആ പ്രതി ഇരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഏകനായി ഇരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.